അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ 2 ദിവസം വീഡിയോസ് ഒന്നും ഇട്ടില്ല കേട്ടോ. വേറൊന്നുമല്ല, ഇട്ടില്ല. പിന്നെന്താ, എപ്പോഴും ഒരേ കണ്ടന്റ് തന്നെ കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അധികം ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ആരും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ പേര് കണ്ട പോലെ തന്നെ ഞാൻ മനസ്സിലുള്ളത് കുറിച്ച് മനസ്സ് തുറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അധികം വീഡിയോക്ക് കമൻ്റൊന്നും ഇല്ലെങ്കിൽ കൂടി ഉള്ള കമൻറ്റിന് നമ്മൾ മറുപടി കൊടുക്കണമല്ലോ. അതൊന്നായാലും രണ്ടായാലും നമ്മൾ മറുപടി കൊടുക്കണം. അപ്പോൾ എഴുതുമ്പോൾ തോനെ എഴുതണം. അപ്പോൾ അതൊരു വീഡിയോക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറൊന്നുമല്ല, അപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ കമൻറ്റിൽ എന്തെങ്കിലും ഇതുപോലെ ഇപ്പോൾ ഈ ഷോർട്ടൊക്കെ നമ്മൾ ഇങ്ങനെയിട്ട് കോപ്പറേറ്റങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് വീഡിയോ ഇടണമെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ എനിക്കിപ്പോൾ ഇഷ്ടമുണ്ടായിട്ട് ഇടണമെന്നല്ല. ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. ശ്രമിക്കുക പറഞ്ഞാൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ റോഡരികിൽ ഒന്നും വിറ്റിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് ഇഷ്ടമാണ്, ആഗ്രഹമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, 10 ഉറുപ്പിക ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹം തന്നെയായിരുന്നു. പക്ഷേ ഒന്നാമത്തത് നമുക്ക് ആരെങ്കിലും സപ്പോർട്ട് വേണം. പിന്നെ അത് നമുക്ക് ആ ഒരു ജോലി ചെയ്യാൻ നമ്മൾ ആദ്യം കുറച്ച് എമൗണ്ട് ഇറക്കണം. അപ്പോൾ അതിനൊന്നും നമുക്ക് ഒപ്പം സപ്പോർട്ടിന് ആരും ഇല്ലാത്തത് കൊണ്ടും കൂടിയും തന്നെ ഞാൻ എന്ത് കാട്ടിയും ആദ്യം എനിക്ക് ഒരു 6 മാസം ഞാൻ തയ്യൽ പഠിച്ചിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ മുമ്പ് കേട്ടോ. അപ്പോൾ അത് നമുക്കിപ്പോൾ കുറച്ച് ഉപകാരമായി. പിന്നെ ഞാൻ നമ്മുടെ തൊട്ട വീട്ടിൽ ഞാൻ ഒരു 16 കൊല്ലം നമ്മുടെ നൂറിനി എന്ന് പറഞ്ഞ കെട്ടിക്കൊണ്ടുവന്ന ഭാഗത്താണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ഇങ്ങനെ വീട് മാറി മാറി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ട് തുന്നൽ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവൻ്റെയൊക്കെ നോക്കി ഞാൻ പഠിച്ചേക്കൂടെ ഒന്നും കൂടി എക്സ്പീരിയൻസ് ആക്കി അവൻ്റെ പഠിച്ചൊക്കെ ചെയ്ത് അവരിഞ്ഞ പോലെ ടോപ്പൊക്കെ അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് കാട്ടിയും റിയാസ്കാക്ക് സമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും റിയാസ്കാക്ക് ഇങ്ങനെ ഇഷ്ടമല്ല, പെണ്ണുങ്ങളെ പണിക്ക് പറഞ്ഞയച്ച് ഇതാണെന്നും ഇഷ്ടമല്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു വാശിക്ക് പുറത്ത് ഞാൻ ചെയ്തു. എൻ്റെ ഒരു അംഗൻവാടിയിൽ നിന്ന് പൈസ കിട്ടിയപ്പോൾ ഞാൻ റിൻഷിമോൾക്ക് അംഗൻവാടിയിൽ നിന്ന് ചെറുപ്പത്തിൽ 4 ഉറുപ്പിക കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പൈസ കൊടുത്തിട്ടാണ് ഞാൻ മിഷ്യൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മിഷ്യൻ വാങ്ങിയപ്പോൾ ഇത്രയും കൊല്ലം ആ മിഷ്യൻ്റെ കൂടെ തന്നെ ഉണ്ട്. കുറച്ചൊക്കെ 2-3 വട്ടമൊക്കെ കേടുവന്ന് നേരാക്കിയതാണ് ഞാൻ കേട്ടോ. എൻ്റെ സാമർത്ഥ്യം കൊണ്ട് നേരാക്കി ഞാൻ അതിലെന്ത് കട്ടി തുന്നൽ പഠിച്ച് ആ മിഷ്യൻ അവൻ്റെ അടുത്ത് കൊണ്ടിട്ടിട്ട് ഞാൻ അവൻ്റെ നോക്കി സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ച് അങ്ങനെ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വീട് മാറിയ ശേഷം എനിക്ക് വീട്ടിലേക്ക് തന്നു. എൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സഹായിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. അപ്പോൾ അവൾക്ക് എൻ്റെ സഹതാപം ഒക്കെ കണ്ട ശേഷം അവൾ എനിക്ക് കുറച്ച് ടോപ്പുകളൊക്കെ അടിക്കാൻ തന്നു. അതിൽ കുറേ തെറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവൾ തിരുത്തി എനിക്കൊരു 2000 ഉറുപ്പികയോളം അടിക്കാനുള്ളത് അവൾ എനിക്ക് ആക്കി തന്നു. അങ്ങനെ അത് ഒരു വർഷം വരെ ഞാനത് ചെയ്തു കേട്ടോ. അങ്ങനെ അപ്പത്തിന് എനിക്ക് റിജുക്കുട്ടിനെ ഗർഭിണിയായി. പിന്നെ അതും ചെയ്യാൻ പറ്റാണ്ടായി. എനിക്ക് ഷുഗറൊക്കെ കൂടി, BP ഷുഗറൊക്കെ കൂടിയിട്ട് അങ്ങനെ ആ ജോലി വീണ്. എനിക്ക് കാലും കൊണ്ട് ചവിട്ടാൻ വയ്യ പറഞ്ഞ് ഞാൻ തന്നെ ഒരു മോട്ടറൊക്കെ മേടിച്ച് അടിച്ച് അങ്ങനെ അത് കുറേ നോക്കി. പിന്നെ കുറേ പൂ കെട്ടാനൊക്കെ അറിയും. അപ്പോൾ അത് ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ചെയ്തു. പിന്നെ ഷംസി പറഞ്ഞ പോലെ നൈറ്റി കച്ചവടം ഇപ്പോൾ തുടങ്ങിക്കൂടെ എന്ന് പറയുന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് എമൗണ്ട് ഇറക്കണം, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് പൊട്ടി പാളിസായിക്കഴിഞ്ഞാൽ നമ്മൾ കടക്കാരിയാവും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ റിയാസ്കാക്ക് അങ്ങനെയുള്ളതൊന്നും ഇഷ്ടമല്ല. ഞാൻ കൊണ്ടുവരുന്നത് എന്താ കഞ്ഞിയെ കുടിച്ചില്ല അവിടെ എന്ന് പറയുന്ന ഒരാളാണ് റിയാസ്ക. അപ്പോൾ എനിക്കായിട്ട് റിയാസ്കാനെ ഒന്ന് സഹായിക്കണം എന്നുള്ള വാശിയിലായിരുന്നു ഞാൻ. ഇവിടെ നിറയെ നെയ്റ്റി കച്ചവടക്കാരുണ്ട് കേട്ടോ. അടവിന് വരുന്ന നിറയെ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ ഇപ്പോൾ ഈ എടുത്ത് പോകാനൊന്നും പറ്റില്ല. അതുമാത്രമല്ല, എനിക്ക് ഇടുപ്പ് വേദന ഉള്ള കാരണം വെയിറ്റൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് വണ്ടി ഓട്ടാൻ അറിയില്ല. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ മാക്സി അടവിന് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കത് മുതലാവില്ല. പിന്നെ ഒന്നാമത്തത് നമുക്ക് സപ്പോർട്ടില്ലാണ്ട് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയൊക്കെയുള്ളൊരു ഇടങ്ങറ്. ഞാൻ എന്തെന്ത് ചെയ്തിട്ടും ഇതുവരെ എന്താ പറയുക, ഒരു മെച്ചം ഉണ്ടായിട്ടില്ല. ഒക്കെ ചെയ്യുന്ന പകുതിയിൽ അങ്ങനെ പോവും. എന്താ ഞാൻ ചെയ്യുക, എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. പിന്നെ ഞാൻ എങ്ങനെ ചെയ്യും? എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഈ മക്കളെ ഇട്ടിട്ട് പുറത്ത് പോയിട്ട് ഒന്നും ചെയ്യാനോ ഒരു തുണിക്കടയിൽ പോയി നിൽക്കാനോ ഒന്നിനും പറ്റില്ല. നമുക്ക് സുഖമില്ലാത്തൊരു കുട്ടിയുള്ളത് കൊണ്ട് നമുക്ക് പുറത്ത് പോയി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൾ സ്കൂളിൽ പോകണതുകൊണ്ട് രാവിലെ നമ്മൾ ഇവിടുത്തെ ചോറും കൂട്ടാനും പണി എന്തായാലും ഒരു വീട്ടമ്മക്ക് ചെയ്യാനുള്ള അത്രയും പണി നമുക്ക് ഇവിടെ ഉണ്ട്. അത് എന്നിട്ടും ഞാൻ എന്ത് കാട്ടും, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഇത് നോക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നും ശരിയാവണില്ല കേട്ടോ. ഈ മക്കളെ വെച്ച് ചെയ്യാൻ നമുക്ക് പറ്റണില്ല. ഒന്നാമത്തത് അതുകൊണ്ടും കൂടി എന്താ പറയുക, എന്തും ഒന്നും അങ്ങോട്ട് നമ്മളെ ഒന്ന്
ഇതാക്കാൻ വിടുന്നില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അത് കാരണം ആ തുന്നൽ അവിടെ നിന്ന് റിജിക്കുട്ടനെ ഗർഭിണിയായ കാരണം അതും അവിടെ നിന്ന്. പിന്നെ അത് മെഷീനിൽ ഇരിക്കാനേ എനിക്ക് പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ എനിക്ക് വലിയൊരു സർജറി പെട്ടെന്നൊരു സർജറി വന്നു. ആ സർജറിയും കൂടി ആയപ്പോൾ ഞാൻ ആകെ തളർന്നു പോയിട്ടാ. സത്യം പറയുകയാണെങ്കിൽ തളർന്നു പോയി എന്ന് തന്നെ പറയാം. നമുക്ക് പുറത്ത് പോയിട്ട് ദേഹം അനങ്ങി പണിയെടുക്കാനോ ഈ നട്ടെല്ലിലേനെ ഇഞ്ചക്ഷൻ വെച്ച കാരണം 2 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ കാരണം ആകെ ശരീരം കൊണ്ട് നമുക്ക് പുറത്ത് പോയി പണിയെടുക്കാനുള്ള ഒരു ഇതില്ലാണ്ടായിപ്പോയി സത്യം പറയുകയാണെങ്കിൽ. പിന്നെ വീട്ടുപണി ചെയ്ത് വരുമ്പോഴത്തേന് തന്നെ മതിയാവും. പിന്നെ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അത് ഞാനായിട്ട് തുടങ്ങിയതൊന്നുമല്ല, അങ്ങനെ ആയിപ്പോയതാണ്. അതിന് മുമ്പ് എനിക്ക് യൂട്യൂബ് എന്താണെന്നും കൂടി അറിയില്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഫോണേ കിട്ടിയത് മോൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ കാരണം കൊണ്ടാണ്. പിന്നെ അതിൽ കണ്ടും ഓരോരുത്തരും ചോദിച്ചും പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബിനെ കുറിച്ചേ അറിയുന്നത്. പിന്നെയാണ് പറഞ്ഞത് ഇതിൽ ഇങ്ങനെ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. ആദ്യം ഇതിനു മുമ്പ് ഫേസ്ബുക്കോ യൂട്യൂബോ ഒന്നും എനിക്കറിയില്ല. +1 വരെ പഠിച്ചെന്ന് തന്നെ ഉള്ളൂ കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഈ യൂട്യൂബിനെ കുറിച്ച് എനിക്ക് അറിവുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാണ് മക്കളെ. അപ്പം അതാണ് എൻ്റെ മനസ്സങ്ങനെ നിങ്ങളുടെ മുമ്പിൽ തുറന്നത്. ചെയ്യണം, എടുക്കണം, പിടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പറഞ്ഞിട്ട് എന്താ, നമ്മുടെ കൂടെയുള്ള ആൾ നമുക്ക് ഫുൾ സപ്പോർട്ടായിരിക്കണം. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ഇങ്ങനെ ഒരു ഈ ചാനൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പം പോകണമെന്ന് തന്നെ ഉള്ളൂ. അതിൽ കിട്ടിയാൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയുള്ള ഒരു ഇതിൽ കിട്ടട്ടെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നമ്മൾ വിചാരിക്കണ പോലെ ഇതിൽ എന്താ പറയുക, മൊത്തപ്പോൾ ഇറങ്ങി നനഞ്ഞു ഇനി കുളിച്ച് കയറാമെന്നുള്ളൊരവസ്ഥയിലാണ്. കിട്ടട്ടെ, അത്ര പെട്ടെന്ന് നമ്മൾ വിചാരിക്കണ പോലെയൊന്നും ഇതിൽ നിന്നൊരു എമൗണ്ട് നമുക്ക് ബാക്കിൽ കിട്ടില്ല കേട്ടോ. നമ്മൾ നല്ല അധ്വാനിക്കണം. അതുമല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻ്റ് ആയിരിക്കണം. ഡെയിലി ഇട്ടതേ ഇടുമ്പോൾ ചിലർക്കൊന്നും കാണാനേ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്കിപ്പോൾ $100 ആയിട്ടില്ല. ആയാലും നമുക്കൊരു 8,000 രൂപയെങ്കിലും നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. പക്ഷേ 8,000 കിട്ടണമെങ്കിൽ നമുക്ക് $100 ആവണം അക്കൗണ്ടിൽ. ആഡ്സെൻസിൽ $100 ആവണം. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഓരോരുത്തരോട് ചോദിച്ചിട്ടും പല ആൾക്കാരിനോടും പറഞ്ഞിട്ടും ചോദിച്ചിട്ടും ഒക്കെ അങ്ങനെ മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിതിൽ ഏതായാലും ഇറങ്ങി. എനിക്കും റിയാസ് ഖാനെ നല്ല സഹായിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. എന്താ ചെയ്യുക, നമ്മുടെ ഇരിക്കാൻ വീടുമില്ല. അങ്ങനെ നമ്മുടെ ഒരു എന്താ പറയുക സങ്കടം മറ്റുള്ളവരിനെ നമ്മുടെ സങ്കടം നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് തമാശയായിട്ട് അവർക്ക് തോന്നുള്ളൂ. ജീവിച്ച് മരിക്കണവരെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുക. പിന്നെ നമ്മുടെ മക്കൾ അവരിനെയൊക്കെ നല്ലപോലെ ഒന്ന് വലുതാക്കി എടുക്കുക. അതിൻ്റെ ഇടയിലാണ് ഫാത്തിമാൻ്റെ ഇങ്ങനെ ഒരു അവസ്ഥയും കൂടിയും വന്നപ്പോൾ ആകെ ഒരു മനസ്സിലേക്കൊരു സമാധാനക്കേടായി. ടെൻഷൻ ഉണ്ട്, ഇല്ല എന്നല്ല, ഞാനത് വെളിയിൽ കാണിക്കുന്നില്ല എന്ന് തന്നെ ഉള്ളൂ. ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളത് പുറത്ത് കാണിച്ചിട്ട് ഇപ്പോൾ പ്രയോജനമൊന്നുമില്ല. നമ്മൾ അള്ളാഹിനോട് 5 നേരം നിസ്കരിച്ച് പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ എന്താ പറയുക നിങ്ങളിങ്ങനെ അവരെ കമൻ്റൊക്കെ ഇട്ട് പറഞ്ഞപ്പോഴേ എനിക്കാകെ എന്താ പറയുക, നമ്മൾ ഒരു കോപ്രായത്തരം കാണിക്കുകയല്ലല്ലോ. നമ്മൾ ഇങ്ങനെ ചെറുങ്ങനെ നമുക്ക് ആവണ പോലെ ഓരോ ഷോർട്ട് വീഡിയോ ഇടണം. അതിലും ഒന്നും കിട്ടില്ല. ഷോർട്ട് ഇട്ടാലും നമുക്ക് സബ് കൂടുക എന്നല്ലാണ്ട് സബ്ബുണ്ട്. ഇപ്പോൾ സബ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല കേട്ടോ. നമുക്ക് 1,00,000 വരെ സബ്ബുള്ള ആൾക്കാരുടെ ചാനലിൽ പോയി നോക്കിയാലും വ്യൂ കുറവായിരിക്കും. അത് നമ്മുടെ ഓരോ ഭാഗ്യം പോലെ ഇരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ റീച്ച് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് കണ്ട് വാച്ച് അവറൊക്കെ കൂട്ടുക, ലൈക്കൊക്കെ ഇട്ടുന്നു നമ്മുടെ വീഡിയോ കാണുക കേട്ടോ. എങ്ങനെയെങ്കിലും നിങ്ങളൊക്കെ ഫുൾ സപ്പോർട്ടായി നിൽക്കുക. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. എന്നെ ആരും ദ്രോഹിക്കാണ്ടിരുന്നാൽ മതി, അത്രേ ഉള്ളൂ എനിക്ക്. അല്ല അപ്പോൾ ബാഡ് കമൻറ്റ് ഇട്ടതിൻ്റെ പറയല്ല കേട്ടോ. ഞാൻ പൊതുവേ നമ്മുടെ കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ട് നമുക്ക് ചുറ്റിലും. ആര് കണ്ടില്ലെങ്കിലും പടച്ചോൻ കാണുന്നുണ്ടല്ലോ ഒക്കെ. നമ്മൾ എങ്ങനെ തന്നെ തകർക്കാൻ നോക്കിയാലും വിഷമത്തിൽ ആക്കാൻ നോക്കിയാലും നമ്മളെ ചെയ്യുന്നവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ റബ്ബ് കൊടുക്കും. അത് വേറെ കാര്യം. നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാൻ പോണില്ല, നല്ലതേ നമ്മൾ ചെയ്യുന്നുള്ളൂ അല്ലേ. നമ്മളിൽ എന്തെങ്കിലും ആരെങ്കിലും ഓരോന്നും ചെയ്ത് ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പഠിച്ചോൻ അത് കൊടുത്തോളൂ. നമ്മൾ ആരുടെ അടുത്ത് ഒന്നിനും പോകാൻ നമ്മുടെ ഇത് നോക്കുക, മുന്നോട്ട് പോവുക. അപ്പം ഞാൻ ഈ കമൻറ്റ് ഇട്ടവൻ്റെ അല്ല കേട്ടോ പറയണത്, പ്രത്യേകിച്ച് എടുത്ത് പറയണത്. ഞാൻ പൊതുവേ എൻ്റെ വിഷമം ഞാൻ പറഞ്ഞതെന്ന് മാത്രം. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.